തിരിച്ചെത്താം ചർച്ചയിലേക്ക്. സ്നേഹ, SFI എപ്പോഴും മഹാരാജാസിൽ ജയിക്കുന്നു. പൊതുവെ എല്ലാ കലാലയങ്ങളിലും ഇത് തന്നെയാണ് സാഹചര്യം. അതിലുള്ള അസൂയയാണോ നിങ്ങൾക്ക്? ഒരിക്കലുമല്ല. മഹാരാജാസ് കോളേജിൽ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ SFI ഭരിച്ചിരുന്ന സമയത്ത് ചെയർമാൻ അടക്കമുള്ള ചെയർപേഴ്സൺ അടക്കമുള്ള സീറ്റുകൾ പലതവണ നമുക്ക് കിട്ടിയിട്ടുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന SFIയുടെ ചെയർമാൻ ഈ കാലഘട്ടത്തിൽ എത്ര വോട്ടിനാണ് ജയിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാരാജാസ് കോളേജിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാരാജാസ് കോളേജിൽ ഒരു വെള്ളിയാഴ്ച ദിവസം വെള്ളയും ഇട്ട് വന്ന മുസ്ലിം വിദ്യാർത്ഥിയെ അവൻ KSUക്കാരനാണെന്ന് ആരോപിച്ച് അവനെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് തലക്കടിക്കുകയും അതുപോലെ തന്നെ ട്യൂബിൻ്റെ പൈപ്പ് ഉപയോഗിച്ച് അവൻ്റെ കണ്ണുകൾ കടിക്കുകയും ചെയ്ത SFIക്കാരെ മഹാരാജാസുകാർ മറന്നിട്ടില്ല. അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാരകായുധങ്ങൾ കോളേജ് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ താമസിച്ച മുറികളിൽ കണ്ടപ്പോൾ അത് പോലീസിനെ അറിയിച്ച് പോലീസ് അവിടെ വന്ന് എൻക്വയറി നടത്തി അത് കണ്ടെടുത്ത് ആ ഒരു നടപടിക്രമത്തെ തടസ്സപ്പെടുത്തിയത് SFIക്കാരാണ്. കണ്ണുകൾ സത്യമാണ്. ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിയോട് ഒന്ന് പറയാണ്, പറ്റുമെങ്കിൽ ഒരു ദിവസം മുൻപെങ്കിലും അങ്ങ് രാജിവെക്കണം. കാരണം മാരകായുധങ്ങളല്ലെന്ന് അങ്ങക്ക് എങ്ങനെ ആർക്കു വേണ്ടിയാണ് പിണറായി വിജയൻ പോലുള്ള മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്? SFI ആണോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ ഹൈബിയുടെ ഉൾപ്പെടെ ചോദിച്ച കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഇവിടെ ശ്രീ സ്നേഹ ചോദിച്ച ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് SFIയുടെ നേതാവ് അവിടെ എത്തി പ്രിൻസിപ്പലിനോട് തട്ടിക്കയറി? ആ കാര്യത്തിന് നൽകാനുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, മഹാരാജാസ് കോളേജിനകത്ത് എല്ലാ നിസ്സാര കാര്യങ്ങൾക്കും പ്രിൻസിപ്പൽ പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു സമീപനമുണ്ട്. ക്യാമ്പസിനകത്ത് ചുവരെഴുതിയതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നപ്പോൾ ആണിന്റെ ചൂട് പറ്റാനാണോ വന്നിരിക്കുന്നത് എന്ന നിലയ്ക്കുള്ള സ്ത്രീവിരുദ്ധ ആക്ഷേപങ്ങൾ ആ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രിൻസിപ്പലിന്റെ നിരവധിയായിട്ടുള്ള നിലപാടുകളോട് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് നൽകേണ്ട എല്ലാ ബഹുമാനവും നൽകേണ്ടതാണ്. ആ ബഹുമാനം നൽകാത്തത് തീർച്ചയായും SFIക്ക് യോജിച്ച നടപടിയല്ല, അത് തെറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രിൻസിപ്പൽ തൊട്ടതിനും പിടിച്ചതിനും പോലീസിൽ പരാതി നൽകുമ്പോൾ, അതിൽ വിദ്യാർത്ഥികളെ പ്രതിയാക്കുമ്പോൾ, ക്യാമ്പസിനകത്ത് തീർക്കേണ്ട വിഷയങ്ങൾ ക്യാമ്പസിനകത്ത് തീർക്കാതെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംഭവമാണോ ഇത് എന്ന് ആദ്യത്തിൽ സംശയിക്കുകയും അങ്ങനെ SFIയുടെ നേതാവ് അവിടെ പോയി അദ്ദേഹത്തിന്റെ വികാരപ്രകടനം നടത്തുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ഇത് സംഭവമല്ല. ഹോസ്റ്റൽ അദ്ദേഹം കസേര കത്തിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ. നിലപാട് വ്യക്തമാക്കുകയും നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്ത നേതാവാണ്. നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്ത നേതാവല്ലേ? നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്ത നേതാവല്ലേ? ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിപ്പോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ കൃത്യമായ നിലപാടെടുത്തു എന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിനെ അപമാനിക്കുന്ന രീതിയിൽ എടുക്കുന്ന സമീപനം നിങ്ങൾക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അങ്ങനെ സമീപനം എടുത്ത ഒരു നേതാവിനെ നിങ്ങൾ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിദ്യാർത്ഥിക്കെതിരെയല്ലേ ഇന്നലെ നടപടി ഉണ്ടായത്? ആ വിദ്യാർത്ഥി അടക്കം 6 പേരെയല്ലേ ഇന്നലെ പുറത്താക്കിയത്? ജുനൈദ്, ആ വിദ്യാർത്ഥി അടക്കം 6 പേരെയല്ലേ ഇന്നലെ പുറത്താക്കിയത്? ജുനൈദ്, ഇന്നലെ ആ വിദ്യാർത്ഥി അടക്കം 6 പേരെയല്ലേ പുറത്താക്കിയത്? ഞാൻ മറുപടിയിലേക്ക് വരട്ടെ. ഒരുപാട് പറയാനുള്ള സമയമില്ലല്ലോ ജുനൈദ്. എന്റെ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞുകൂടെ? ആ വിദ്യാർത്ഥി അടക്കം 6 പേരെയല്ലേ പുറത്താക്കിയത്? ആ വിദ്യാർത്ഥി അടക്കം ഒരു സംശയവും വേണ്ട, ആ വിദ്യാർത്ഥി അടക്കം 6 പേരെയാണ് പുറത്താക്കിയത്. അത് മാത്രമല്ല, അങ്ങനെയെങ്കിൽ ജുനൈദ്, അങ്ങനെ പുറത്താക്കിയ ആ വിദ്യാർത്ഥി താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ഇതും നിങ്ങൾക്ക് ഇനി മാറ്റി പറയേണ്ടി വരും. ഇല്ല, ഞാൻ അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ഇവിടെ പോലീസ് FIR-ഉം മുഖ്യമന്ത്രിയുടെ വാക്കും ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ചർച്ച നടത്തുന്നത്. പോലീസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അടച്ചിട്ട ഹോസ്റ്റലിൽ നിന്ന് ഈ ആയുധങ്ങൾ പിടിക്കപ്പെട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സംശയിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളെയാണ്. അത് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആ മുറിയിൽ താമസിക്കുന്ന 6 വിദ്യാർത്ഥികളെ എനിക്ക് നേരിട്ടറിയാം. അവർ നിർധന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അവർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കൗമുദി, കേരള കൗമുദി ഇന്നലത്തെ പത്രം വായിച്ചു നോക്കണം, പ്രിൻസിപ്പലിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി ആ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞ മറുപടിയാണ്. പ്രിൻസിപ്പൽ പറഞ്ഞ പ്രസ്താവനയാണ്. ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. പോലീസ് പറഞ്ഞു പുറത്തു നിന്നുള്ള ആളുകളാകാനാണ് എല്ലാ സാധ്യതയും. അത് സ്ഥിരീകരിക്കണമെങ്കിൽ ആ മുറിയിൽ താമസിച്ച 6 വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ ചോദ്യം ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ടല്ലോ. അടച്ചിട്ടിരിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ നിന്ന്, വിദ്യാർത്ഥികൾ ഒഴിഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് സ്വാഭാവികമായും ആയുധങ്ങൾ കണ്ടെത്തുകയും അത് SFIക്കാർ താമസിച്ചിരുന്ന ഒരു മുറിയാണ് എന്നുള്ളത് കൊണ്ട് അത് SFIയുടെ മേലിലേക്ക് ചാർത്തുന്നത് എങ്ങനെയാണ്? പരാതി പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പൽ ആയുധങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്നവരാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുറിയിൽ തലേ ദിവസം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രിൻസിപ്പലിന് വ്യക്തമല്ല. പ്രിൻസിപ്പൽ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് SFIക്കാർ കൊണ്ടുവച്ചു എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഒരു കാര്യം വ്യക്തമാണല്ലോ, അവിടെ സമൂഹ വിരുദ്ധരാരൊക്കെയോ അവിടെ കയറി വരുന്നുണ്ട്. കോളേജിനകത്തും ക്യാമ്പസിനകത്തും ഹോസ്റ്റൽ ഭാഗത്തേക്കൊക്കെ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണല്ലോ, നിങ്ങളും ശരിവെക്കുന്നു. ആരൊക്കെയോ പുറത്തുനിന്ന് വരുന്നു, പലതും നടക്കുന്നു. തീർച്ചയായും ഈ വിഷയം അതാണ് ഇന്ന് മുഖ്യമന്ത്രി ഖണ്ഡിച്ചത്. പി.ടി. തോമസ് സഭയിൽ പറഞ്ഞപ്പോൾ ബിജു അതാണെന്ന് മുഖ്യമന്ത്രി ഖണ്ഡിച്ചത്. പ്രശ്നം എന്താ അറിയോ? പി.ടി. തോമസ് ആരാ? കോൺഗ്രസിൻ്റെ നേതാവാണ്. പി.ടി. തോമസ് KSUവിൻ്റെ നേതാവായിരുന്നപ്പോൾ ആ KSUവിലെ പങ്കുവെച്ച് അവർക്ക് ചരിത്രം അറിയില്ല. മഹാരാജാസ് കോളേജിൽ നിന്നുള്ള നമ്മുടെ ഒരു നേതാവുണ്ട്, ഇപ്പോഴും വീൽ ചെയറിലാണ് നിൽക്കുന്നത്, സൈമൺ ബ്രിട്ടോ. ആരാ ചെയ്തത്? KSUക്കാരാ. അന്ന് ആരാ KSU തയ്ച്ചത്? പി.ടി. തോമസാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഒന്ന്, അവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങൾ ഞാൻ അനാവശ്യമായ കാര്യങ്ങളാണ് പിന്നെന്താ പറഞ്ഞതിനല്ലേ മറുപടി പറഞ്ഞത്? ചരിത്രം പറഞ്ഞു. ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്നല്ലേ പറഞ്ഞു. അന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പി.ടി. തോമസ്. ഷബീർ അല്ലേ? തൃശ്ശൂരായിട്ടുള്ള ഷബീർ എന്ന് പറഞ്ഞ ആളല്ലേ? എന്താ അതിന് മറുപടി ഇല്ലാത്ത? ഇവിടെ ചേലാട് പോളിടെക്നിക്കിൽ പാമ്പിനെ പൊതിഞ്ഞ് മനുരാജ് എന്ന് പറഞ്ഞ സീരിയൽ നടന് കൊടുത്തത് SFIക്കാരല്ലേ? ബിജു പറഞ്ഞത് മഹാരാജാസ് കോളേജിന്റെ ചരിത്രമാണ് പറഞ്ഞത്. ഞാൻ മഹാരാജാസ് കോളേജിന്റെ ചരിത്രമാണ് പറഞ്ഞത്. ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ ഒരു ഡൈവേർഷൻ ഇല്ല. ഞാൻ മഹാരാജാസ് കോളേജിന്റെ ചരിത്രമാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജ് അക്രമ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ആയുധ കേന്ദ്രമാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. ബിജു നേതൃത്വം കൊടുത്തതാണ്. ബിജു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നേതൃത്വം കൊടുത്തതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ജുനൈദ് പറഞ്ഞ കാര്യം പുറത്തുനിന്ന് എത്തിയവരാണ്. കോളേജ് ഇവർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന മുറിയിൽ എന്തായാലും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പുറത്തുനിന്നുള്ളവരാണ് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അവിടുത്തെ KSU നേതാവിന്റെ മറുപടിയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ മഹാരാജാസിന്റെ ചരിത്രമാണ് പറഞ്ഞത്. ഹൈബി, നമുക്ക് പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞിങ്ങനെ അതിൽ തർക്കിയാണെങ്കിൽ ഇഷ്ടം പോലെ ഓരോ ഉദാഹരണങ്ങൾ രണ്ടു കൂട്ടർക്കും പറയാനുണ്ടാകും. നമുക്ക് മഹാരാജാസിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വരാം. ഇനി ചരിത്രം പരിശോധിക്കാൻ നിൽക്കണ്ട. ഹൈബി, അതിന് മറുപടി പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്നുള്ളവരാണ് എന്നാണ്. ബിജു നന്നായി സംസാരിക്കുന്ന, നന്നായി കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്ന, ഞാൻ KSU ആയിരുന്നപ്പോ SFI ഞാൻ ഒറ്റ കാര്യം, ഞാൻ നല്ല കാര്യം പറയുന്നത്, ബിജുവിനെ കുറിച്ച് നല്ല കാര്യം പറയുന്നത്. ബിജു വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന, ഞാനും ബിജുവും ഒരേ കാലഘട്ടത്തിൽ SFIയും KSUമായി പ്രവർത്തിച്ച ആളുകളാണ്. നല്ല ക്ലാരിറ്റിയോടുകൂടി TV ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം ദുർബലമാണ്. കാരണം അദ്ദേഹത്തിന് നിരത്താനുള്ള വാദങ്ങൾ സ്വാഭാവികമായും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ദുർബലമാണ്. ഏണി വെച്ച് കയറി 2 ഓടിളക്കി അതിന്റെ താഴെ എല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത് കമ്പിയും അവിടെ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ? നിങ്ങളിങ്ങനെ ഓരോന്ന് പ്രചരിപ്പിക്കുകയല്ലേ?
നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി ഏറ്റു പറയണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളണം, നിങ്ങൾ പറയുന്ന എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണോ ഞങ്ങളുടെ ജോലി? ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ SFI മാത്രം അക്രമ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നു എന്നുള്ള വാദം BJPക്ക് അത്ര ശക്തിയോട് പറയാൻ സാധിക്കുമോ? ശ്രീ ഗോപാലകൃഷ്ണൻ, ABPക്കും അതേ രീതി തന്നെയാണ്. വിജയ്, ഞാനെന്ന് പറഞ്ഞോട്ടെ, കേരളത്തിലെ ക്യാമ്പസുകൾ, അതായത് യൂണിവേഴ്സിറ്റി കോളേജ്, ST കോളേജ്, കേരളവർമ്മ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇങ്ങനെ മടപ്പള്ളി കോളേജ്, കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും SFIക്കാർ മാത്രമല്ല, ഒരു വിഭാഗം മാർക്സിസ്റ്റ് ടീച്ചർമാർ, അധ്യാപികമാർ ഇതിൻ്റെ പിന്നിലുണ്ട്. മഹാരാജാസ് കോളേജിൽ അടക്കമുണ്ട്. ഇതിൻ്റെ തുടക്കം കാലങ്ങളായിട്ടാണെങ്കിലും ഈ അധ്യാപകർ, ഒരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപകർ ഇതിന് പക്ഷം പിടിക്കുന്നുണ്ട്. അങ്ങനെ കലാലയത്തെ കലാപശാലയാക്കുന്നത് CPMന്റെ SFI ആണ്, DYFI ആണ്, അധ്യാപക സംഘടനയാണ്. അതിനകത്ത് ഞാൻ നിങ്ങളോട് 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. നേരത്തെ ബിജു പറഞ്ഞു, നിങ്ങളടക്കം നേതൃത്വം കൊടുത്തല്ലേ വിക്ടോറിയ കോളേജിൽ അടിയറന്നത്? ഞാൻ അതിന്റെ വാർത്ത കണ്ടല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്താ കോളേജിൽ ഞാൻ മിണ്ടിയിട്ടില്ല ബിജു, ഞാൻ മിണ്ടിയിട്ടില്ല. ശ്രീകൃഷ്ണ കോളേജില് ചെയർമാനായി ജയിച്ച ഷനൂപിന്റെ കണ്ണാണ് ഇവർ കുത്തിപ്പൊട്ടിച്ചത്. അതിന് സാക്ഷി പറയാൻ അധ്യാപകൻ പോലും തയ്യാറായില്ല. 3 കുട്ടികളെയാണ് പരുമലയിൽ മുക്കിക്കൊന്നത്. അതിന് തെളിവില്ലാതെ പോയി. പ്രിയപ്പെട്ട SFIക്കാരെ, ഇത് നിർത്ത്. 4000 വിദ്യാർത്ഥികൾ പഠിച്ച മഹാരാജാസില് ഇപ്പൊ 2000 വിദ്യാർത്ഥികളെ ഉള്ളൂ. അതിനു ചുറ്റുമുള്ള സ്വാശ്രയ കോളേജിലേക്ക് കുട്ടികൾ മുഴുവൻ പോവുക. 20% മഹാരാജാസ് കോളേജിലെ ഇന്നത്തെ അക്കാഡമിക് റേറ്റ്. 80% സ്വാശ്രയ കോളേജിലോ. SFIക്കാരുടെ ഈ കലാപം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് തകരുകയാണ്. ഇതാണ് അവസ്ഥ. ഇത് ABVP ആയാലും SFI ആയാലും ഈ കലാപ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അതിന് SFI തീരുമാനിക്കണം. കാരണം വേറെ ആരും വേണ്ട. ദളിത് കുട്ടികളെ, ന്യൂനപക്ഷ കുട്ടികളെ, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ബിജുവിന് ആകെ 3 മിനിറ്റേ ഉള്ളൂ. ഒറ്റ കാര്യം, മുഖ്യമന്ത്രി സഭയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു SFI അല്ല ഇതിന് പിന്നിലെന്ന്. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോലീസിന് മറിച്ചൊരു അന്വേഷണം നടത്താൻ സാധിക്കും? അല്ല, പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ചത് പുറത്തുനിന്നുള്ളവരാണ് കൊണ്ടുവിട്ടത്, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ആ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. രണ്ട്, ഒന്ന്, ഒരു കേരളത്തിലെ ഒരു കലാലയവും അക്രമത്തിന്റെ വേദിയാവാൻ പാടില്ല. ഈ പറയുന്ന BJP നേതാവുണ്ടല്ലോ, അവരാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും. ഞങ്ങളുടെ കലാലയം കൊണ്ട് ഒരു വിദ്യാർത്ഥിയും കൊല ചെയ്യപ്പെട്ടില്ല. പരുമലയിലെ മരണത്തിന്റെ കഥയുടെയൊക്കെ FIR ഒക്കെ എൻ്റെ ഉണ്ട്. എങ്ങനെയാണ് മുങ്ങി മരിച്ചെന്നുള്ള കഥയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അല്ലല്ല, ക്യാമ്പസുകളിൽ ഏറ്റവും അധികം കൊലപാതകം നടത്തിയിട്ടുള്ള സംഘടനയാണ് RSS. ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കലാലയം ഒരാളും മരിച്ചിട്ടില്ല. എവരാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്? എവിടെ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ SFIക്കാർ ഉണ്ടെങ്കിലും SFIക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഇനി അത് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി ഇങ്ങനെ സഭയിൽ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഹൈബി വളരെ ചുരുക്കി. അല്ല, ഇവര് തമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തി എന്നുള്ളത് പിന്നെ ഒരു ചർച്ചയാക്കാം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പിയാണ്, ആയുധങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയും അതുപോലെ ഈ FIRലുള്ള 27 ആക്ട്, ആംസ് ആക്ട് മാറ്റിവെക്കുകയും SFI ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടി പോലീസിന്റെ ലൈൻ എന്തായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരമല്ല ഇനി SHOയുടെ ചാർജുള്ള SI അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സ്ഥാനത്ത് ഇനി തുടരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആർജവമുള്ള ആളാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് അത് അന്വേഷിച്ച് അത് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കും. കാരണം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ, ആ ഓണർഷിപ്പ് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ സാധിക്കില്ല. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ഞാൻ ഇനി പോളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും ചേർന്ന് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് പുതിയ മുഖം നൽകിയില്ലെങ്കിൽ, പുതിയ മാനം നൽകിയില്ലെങ്കിൽ
കേരളത്തിലെ ക്യാമ്പസുകളിൽ കോടതി വിധികളാലും മാനേജ്മെന്റുകളുടെ എതിർപ്പാലും ഇവിടെ ഒന്നും വിദ്യാർത്ഥി സംഘടനകളിലേക്ക് SFIയിലോ KSUയിലോ ഒന്നും വലിയ ആളുകളൊന്നും കടന്നു വരുന്നില്ല. ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ രക്ഷകർത്താക്കളും പൊതുസമൂഹവും ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരാകുന്നത് ഈ അക്രമ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ക്യാമ്പസിനകത്ത് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല. ക്യാമ്പസുകൾക്കകത്ത് സമാധാനപരമായ അക്കാദമിക അന്തരീക്ഷവും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെയാണ് SFI. ശ്രീ ഹൈബീഡൻ പറഞ്ഞതിനോട് ഞങ്ങളും യോജിക്കുകയാണ്. ക്യാമ്പസുകൾ ഇനി നല്ല നിലക്ക് തന്നെ മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് ഈ മഹാരാജാസ് ക്യാമ്പസിനകത്ത് ആയുധം കണ്ടെത്തിയപ്പോൾ അതിനകത്ത് മാതൃകാപരമായ അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തുന്ന പോലീസ് സേനയ്ക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. അതല്ലാതെ കൊണ്ട് ശ്രീ ഹൈബീഡൻ സൂചിപ്പിക്കുന്നത് പോലെ ആരെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കപ്പെടും, തെളിയിക്കപ്പെടും എന്ന് തന്നെ കരുതാം. സമയം അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.